എസെക്കിയേൽ 43 അധ്യായം 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിന്റെ മഹത്വം മടങ്ങി വരുന്നു. പിന്നീട് അവൻ എന്നെ കിഴക്കേ പടിപ്പുരയിലേക്ക് കൊണ്ടുവന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അതാ കിഴക്കു നിന്ന് വരുന്നു. അവിടുത്തെ ആഗമനത്തിന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരുമ്പൽ പോലെയായിരുന്നു. ഭൂമി അവിടുത്തെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. നഗരം നശിപ്പിക്കാൻ അവിടെ നിന്ന് വന്നപ്പോൾ എനിക്കുണ്ടായ ദർശനവും കേബാർ നദീ തീരത്ത് വെച്ച് എനിക്കുണ്ടായ ദർശനവും പോലെ തന്നെയായിരുന്നു. ഇപ്പോഴത്തേക്കും ഞാൻ കമിഴ്ന്നു വീണു. കർത്താവിന്റെ മഹത്വം കിഴക്കേ പടിപ്പുരയിലൂടെ ദേവാലയത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ആത്മാവ് എന്നെ ഉയർത്തി ഉള്ളിലെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. അതാ ദൈവമഹത്വം ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ മനുഷ്യൻ അപ്പോഴും എന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ദേവാലയത്തിന്റെ അകത്തു നിന്ന് ആരോ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതിപ്രകാരമായിരുന്നു: മനുഷ്യപുത്ര, എന്റെ സിംഹാസനവും പാദപീഠവും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ നിത്യമായി വസിക്കുന്ന ഇടവും ഇതാണ്. ഇസ്രായേൽ ഭവനം അവരോ അവരുടെ രാജാക്കന്മാരോ തങ്ങളുടെ വ്യഭിചാരം കൊണ്ട് രാജാക്കന്മാരുടെ മൃതശരീരങ്ങൾ കൊണ്ടും എന്റെ പരിശുദ്ധ നാമം മേലിലും അശുദ്ധമാക്കുകയില്ല. അവർ തങ്ങളുടെ ഉമറടുപ്പുകളും വാതിൽ പടികളും എന്റെ ഉമറപ്പടികൾക്കും വാതിൽ പടികൾക്കും അരികിൽ സ്ഥാപിച്ചു. അവർക്കും എനിക്കും ഇടയിൽ ഒരു ഭിത്തി മാത്രമേ ഉള്ളൂ. തങ്ങളുടെ മ്ലേച്ഛതകൾ വഴി എന്റെ പരിശുദ്ധ നാമത്തെ അവർ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ അവരെ എന്റെ കോപത്തിൽ നശിപ്പിച്ചു. അവർ തങ്ങളുടെ അവിശ്വാസത്തെയും രാജാക്കന്മാരുടെ മൃതശരീരങ്ങളെയും എന്നിൽ നിന്ന് ദൂരെ മാറ്റട്ടെ. അപ്പോൾ ഞാൻ അവരുടെ മധ്യേ എന്നെയും എന്നെന്നും വസിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം തങ്ങളുടെ അകൃത്യങ്ങളെ പറ്റി ലജ്ജിക്കേണ്ടതിന് ദേവാലയവും അതിന്റെ അളവും രൂപവും നീ അവർക്ക് വിവരിച്ചു കൊടുക്കുക. തങ്ങൾ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളെ പറ്റി അവർ ലജ്ജിക്കുകയാണെങ്കിൽ ദേവാലയവും അതിന്റെ സംവിധാനവും പുറത്തേക്കും അകത്തേക്കുമുള്ള മാർഗ്ഗങ്ങളും അതിന്റെ പൂർണ്ണ രൂപവും കാണിച്ചു കൊടുക്കുക. അതിന്റെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അവരെ അറിയിക്കുക. ഈ നിയമങ്ങളും ചട്ടങ്ങളും അവർ പാലിക്കേണ്ടതിന് അവർ എഴുതി വയ്ക്കുക. ദേവാലയത്തിന്റെ നിയമം ഇതാണ്: മലമുകളിൽ ദേവാലയത്തിന് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ ഏറ്റവും വിശുദ്ധമായിരിക്കും. ഇതാണ് ദേവാലയത്തിന്റെ നിയമം. ബലിപീഠത്തിന്റെ അളവുകൾ മുഴം കണക്കിന്, ഒരു സാധാരണ മുഴം കൈപ്പത്തിയും ചേർന്നത് ഇവയാണ്. അതിന്റെ അടിത്തറയ്ക്ക് 1 മുഴം കനവും 1 മുഴം വീതിയും അതിന്റെ വക്ക് 1 ചാൺ തള്ളി നിൽക്കണം. ബലിപീഠത്തിന്റെ ഉയരം ഇതാണ്: അടിത്തറ മുതൽ അടിത്തട്ട് വരെ 2 മുഴം ഉയരവും 1 മുഴം വീതിയും, അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ 4 മുഴം വീതിയും, ബലിപീഠത്തിന്റെ അടുപ്പിന് 4 മുഴം ഉയരം, അതിന്മേൽ ഓരോ മുഴം ഉയരത്തിൽ തുള്ളി നിൽക്കുന്ന 4 കൊമ്പുകൾ, 12 മുഴം നീളവും 12 മുഴം വീതിയുമുള്ള സമചതുരമായിരിക്കണം അടുപ്പ്. 14 മുഴം നീളവും 14 മുഴം വീതിയും സമചതുരമായിരിക്കണം ബലിപീഠത്തിന്റെ തട്ട്. ചുറ്റുമുള്ളവയ്ക്ക് 1/2 മുഴവും ചുറ്റും 1 മുഴവും വീതിയിലായിരിക്കണം. ബലിപീഠത്തിന്റെ പടികൾ കിഴക്കോട്ട് ദർശനമായിരിക്കണം. അവൻ എന്നോട് പറഞ്ഞു: മനുഷ്യപുത്ര, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ബലിപീഠത്തെ സംബന്ധിച്ച് നിയമങ്ങൾ ഇവയാണ്. ദഹനബലിക്കും രക്തം തളിക്കലിനും വേണ്ടി ഇത് സ്ഥാപിക്കപ്പെടുന്ന ദിവസം എന്നെ ശുശ്രൂഷിക്കാൻ എന്നെ സമീപിക്കുന്ന സെദോക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ലേവ്യ പുരോഹിതർക്ക് പാപപരിഹാര ബലിയായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: അതിൽ നിന്ന് കുറെ രക്തം എടുത്ത് ബലിപീഠത്തിന്റെ 4 കൊമ്പുകളിലും തട്ടിന്റെ 4 കോണുകളിലും ചുറ്റുമുള്ള വക്കിലും പുരട്ടുക. അങ്ങനെ അതിനെ പാപത്തിൽ നിന്ന് പവിത്രീകരിക്കുകയും അതിനുവേണ്ടി പരിഹാരം ചെയ്യുകയും വേണം. നീ പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ വിശുദ്ധ സ്ഥലത്തിന് പുറത്ത് ദേവാലയത്തിന്റെ വകയായി നശിപ്പിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് ദഹിപ്പിക്കണം. 2-ാം ദിവസം ഊനമറ്റ ഒരു കോലാട്ടുകുറ്റനെ പാപപരിഹാര ബലിയായി നീ അർപ്പിക്കണം. കാളക്കുട്ടിയെ കൊണ്ട് ബലിപീഠം ശുദ്ധീകരിച്ചതുപോലെ ഇതിനെ കൊണ്ടും ശുദ്ധീകരിക്കണം. അത് ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഊനമറ്റ ഒരു മുട്ടാടിനെയും നീ ബലി അർപ്പിക്കണം. നീരുള്ളവയെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരണം. പുരോഹിതന്മാർ അവയുടെ മേൽ ഉപ്പ് വിതറി അവയെ ദഹനബലിയായി കർത്താവിന് സമർപ്പിക്കും. പാവപരിഹാര ബലിക്കായി ഒരു കോലാടിനെ വീതം 7 ദിവസത്തേക്ക് നീ ബലി അർപ്പിക്കണം. ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഊനമറ്റ ഒരു ആട്ടിൻ തൊട്ടനെയും കൂടി ഇപ്രകാരം സമർപ്പിക്കണം. 7 ദിവസത്തേക്ക് അവൻ ബലിപീഠത്തിന് വേണ്ടി പരിഹാരം ചെയ്യുകയും അത് ശുദ്ധീകരിക്കുകയും അങ്ങനെ അതിനെ പ്രതിഷേധിക്കുകയും വേണം. 8-ാം ദിവസം മുതൽ നിങ്ങളുടെ ദഹനബലികളും സമാധാന ബലികളും പുരോഹിതന്മാർ ബലിപീഠത്തിൽ സമർപ്പിക്കും. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.